പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ വരുവാൻ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ പ്രകാരമുള്ള വീഡിയോകൾ ദിവസം തോറും കാണുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതർക്ക് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയെ, വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒന്നാണ്. യേശു ക്രിസ്തു ദാവീദിന്റെ വേരും ദാവീദിന്റെ വംശം, ആ വിഷയത്തെ ആസ്പദമാക്കി തിരുവചനത്തിലൂടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുകയാണ്. യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. വചനം ശ്രദ്ധിച്ചുവല്ലോ. യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകും. അപ്പൊ സഭകൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. സഭയ്ക്ക് മാത്രമേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഗ്രഹിക്കുവാൻ കഴിയൂ. സഭയ്ക്ക് വെളിയിലുള്ള ഒരു വ്യക്തി അത് ഗ്രഹിക്കണം എന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതവന് ഭോഷത്വമായിട്ടേ തോന്നും. അതിനെതിരെ അവൻ പലപ്പോഴും അവന്റെ ആത്മാവ് പ്രതികരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വിധത്തിൽ, അഥവാ ദൈവവചനം വെളിപ്പെടുത്തുന്ന വിധത്തിൽ പറയുക, പഠിപ്പിക്കുക, ഉപദേശിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം. എല്ലാവരും യേശുവിനെ അറിയുക. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണെന്നുള്ള യഥാർത്ഥ വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ യേശു ആരാണെന്ന് പറഞ്ഞിരിക്കുക. ദാവീദിന്റെ വേരാണ്, ദാവീദിന്റെ വംശമാണ്. ഇവിടെ വേര്, വംശം എന്ന് പറയുമ്പോൾ നാം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ദൈവവചനത്തിന് അനുസരണമായിട്ടുള്ള ആയിരിക്കണം. നമുക്കറിയാം, ഏതൊരു വൃക്ഷത്തിന്റെയും നിലനിൽപ്പ് അതിന്റെ വേരിനെ ആശ്രയിച്ചാണ്. വേരുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലാതെ ഒരു വൃക്ഷത്തിനും നിലനിൽക്കുവാൻ കഴിയില്ല. ഒരു വൃക്ഷത്തിനും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയില്ല. ഒരു വൃക്ഷത്തിനും കായ്ക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം. പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വേരില്ലെങ്കിൽ വൃക്ഷമില്ല. വേരുണ്ടെങ്കിൽ മാത്രമേ ഈ വൃക്ഷത്തിന് നിലനിൽപ്പുള്ളൂ. വേരിന്മേലാണ് ഏതൊരു വൃക്ഷവും. വേരിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ആ വൃക്ഷത്തിന്റെ വളർച്ചയും നിലനിൽപ്പും അതിന്റെ വികാസവും എല്ലാം. വേരുമായിട്ടുള്ള ബന്ധമില്ലാതെ ഒരു മരത്തിനും ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതിനിവിടെ നിലനിൽപ്പില്ല. വേരാണ് ഒരർത്ഥത്തിൽ ഇതിനെ നിലനിർത്തുന്നത്. ഈ വേരെന്ന് പറഞ്ഞാൽ വേരിൽ നിന്നാണ് മുളയ്ക്കുന്നത്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 11-ാം അധ്യായത്തിന്റെ
1-ാം വാക്യം ഞാൻ പ്രിയമാന്യ സ്നേഹിതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാവ് 11:1. എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ദാവീദിന്റെ പിതാവാണല്ലോ യിശയ്യാ. യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. വേരില്ലെങ്കിൽ ഫലം കായ്ക്കുവാൻ കഴിയില്ല, വേരില്ലെങ്കിൽ വളരുവാൻ കഴിയില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. യിശയ്യായുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും. യിശയ്യായുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും. അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യെശയ്യാവ് പറയുന്നു. പ്രവാചകന്മാർ ഇതെല്ലാം മുന്നമേ ഗ്രഹിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശു തന്നെ പറയുകയാണ്, ഞാൻ ദാവീദിന്റെ വേരാണ് എന്ന് പറഞ്ഞാൽ ദാവീദ് ഇങ്ങോട്ട് മുളച്ചു വരാൻ കാരണക്കാരൻ ഞാനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാനാണ് ദാവീദിന്റെ കർത്താവ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ദാവീദിന്റെ പിതാവാണ്. ഇനി അവന്റെ വംശം എന്ന് പറയുന്നത് നമുക്കറിയാം. ദാവീദിന്റെ വേരും ദാവീദിന്റെ വംശവും എന്നാണ് നമ്മുടെ തിരുവചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദാവീദിന്റെ വംശം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പുത്രൻ എന്ന് തന്നെയാണ്. അപ്പോൾ യേശു പറയുക, ഞാൻ ദാവീദിന്റെ അപ്പനാണ്. അതും കൂടാതെ യേശു പറയുക, ഞാൻ ദാവീദിന്റെ മകനും കൂടിയാണ്. ഇതെങ്ങനെ കഴിയും? ഇതാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് ചിലർക്ക് മനസ്സിലാകാത്ത ഒരു മർമ്മം. എല്ലാവർക്കും ഇത് മനസ്സിലാകണം എന്നില്ല. പ്രാകൃത മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് ഗ്രഹിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ വായിൽ നിന്ന് പറയുക, ഞാൻ ദാവീദിന്റെ വേരാണ്, ഞാൻ ദാവീദിന്റെ വംശമാണ്. വേരെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം. ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങോട്ട് വരുവാൻ വേണ്ടി പര്യാപ്തമായി തീർന്ന അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അടിസ്ഥാനമാണ്. ദാവീദിന്റെ അപ്പനാണെന്ന് അതിന്റെ അർത്ഥം. ദാവീദിന്റെ കർത്താവാണ്. അത് ബൈബിൾ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇനി ദാവീദിന്റെ മകനും കൂടിയാണ്. ഇതെങ്ങനെ കഴിയും? എനിക്ക് തന്നെ എന്റെ മകനാകാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്റെ മകന് ഞാനാകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. മാനുഷികമായി ചിന്തിച്ചാൽ ഇത് അസാധ്യമാണ്. ഒരുവന് തന്നെ അപ്പനും മകനുമായി വരിക എന്നുള്ളത് വളരെ അസാധ്യമാണ്. ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ തന്നെ അത് കാണുന്നുണ്ട്. മനുഷ്യരാൽ ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സകലവും കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തികളെ എല്ലാം മനുഷ്യന്റെ പ്രവൃത്തിയുമായിട്ട് താരതമ്യം ചെയ്ത് പഠിപ്പിക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവിക പ്രവൃത്തിയായി തന്നെ നമ്മൾ കാണണം. ആമേൻ. കാരണം അവൻ ദൈവമായതുകൊണ്ട്.
മനുഷ്യന്റെ പ്രവൃത്തികളുമായിട്ട് താതാമ്യം ചെയ്ത് മനുഷ്യന്റെ പ്രവൃത്തികളുമായിട്ട് മിങ്കിൾ ചെയ്ത് അതിനെ കാണരുത്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു തന്നെ പിതാവും പുത്രനുമായിരിക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ തന്നെ അനവധി മറുപടി തരുന്നുണ്ട്. ഞാൻ ദാവീദിന്റെ പേരും ദാവീദിന്റെ വംശവും എന്ന് പറഞ്ഞാൽ ഞാൻ ദാവീദിന്റെ അപ്പനും ദാവീദിന്റെ മകനും എന്നു തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനെ നിഷേധിക്കാൻ സാത്താന് കഴിയുമെങ്കിൽ തന്നെയും അത് ദൈവവചനത്തിന്റെ ഒരിക്കലും അവരുടെ ആശയങ്ങൾ ശരിയാകണം എന്നില്ല. ഉദാഹരണം, യേശു തന്നെ പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളിൽ. ബൈബിൾ പഠിപ്പിക്കുന്ന മന്ദബുദ്ധികൾ ലോകപ്രകാരം അവർ ജ്ഞാനികളായിരിക്കാം, പണ്ഡിതന്മാരായിരിക്കാം. പക്ഷേ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ തമ്പുരാൻ വിളിച്ചിരിക്കുന്ന മന്ദബുദ്ധികളെന്ന്. ഈ ലോകത്തിന്റെ ജ്ഞാനം എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി. ഈ ലോകത്തിന്റെ ജ്ഞാനവും ലോകപ്രകാരം ഉള്ള അറിവുകളും വെച്ച് ബൈബിൾ പഠിക്കാൻ പോയാൽ അത് അബദ്ധത്തിൽ ചെന്ന് ദുരുപദേശത്തിലേക്ക് ചെന്ന് ചാടും. അതുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് വിശ്വസിക്കുകയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിട്ടുകളയുകയും ചെയ്യുക എന്നുള്ളതാണ് സാത്താൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം. ഉദാഹരണം, യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആരാ ജനിച്ചത്? ഒരു ശിശുവാണ്, ഒരു മകനല്ല ജനിച്ചത്, ഒരു ശിശു ആണ് ജനിച്ചിരിക്കുന്നത്. ഈ മകനും ശിശുവും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യക്തി തന്നെയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ, ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ഈ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതൻ, മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ ഒരൊറ്റ വാക്യം തന്നെ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് അത് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിറവേറി തീർന്നില്ല. ആ പ്രവചനം ഇതുവരെ നിറവേറി തീർന്നില്ല. ഈ പ്രവചനത്തെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ചില മാന്യന്മാരുണ്ട്. അവൻ നിത്യപിതാവ് എന്ന് പറയുന്നല്ലോ. എവിടെയാണ് ബൈബിളിൽ എവിടെയാണ് നിത്യപിതാവ് എന്ന് എഴുതിയിരിക്കുന്നത്? യേശു നിത്യപിതാവ് എന്ന് എഴുതിയിട്ടുണ്ടോ? അത് പ്രവചനമാണ് എന്നുള്ള ബോധ്യം അവർക്കില്ല. കാരണം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എവിടെയാ? യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേം. അത് പ്രത്യേകിച്ച് എടുത്തു പറയണം, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേം എന്ന് തന്നെയാണ് പ്രവചന പുസ്തകത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് യഹൂദ ദേശത്തിലെ ബേത്ലഹേം എന്ന് പറയുന്നത്? യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 19-ന്റെ 10ഉം 15ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, സെബൂലൂൻ ദേശത്തിലും ഒരു ബേത്ലഹേം ഉണ്ട്. മറ്റു ബേത്ലഹേം ഉള്ളത് കൊണ്ടാണ് യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോ യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമിലാണ് യേശു ജനിച്ചത്. യേശു ജനിച്ചു. ഇനി നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു സൺ, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതെവിടെയാ? അത് കാൽവറി ക്രൂശില. യോഹന്നാന്റെ സുവിശേഷം 3-16 വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ദൈവം അവനെ, ആ പുത്രനെ നൽകിയത് കാൽവറി ക്രൂശില. അവിടെയാണ് ദൈവത്തിന്റെ ഉദാത്തമായ, ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ വലിയ സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിരുകളില്ലാത്ത സ്നേഹം. ഹല്ലേലൂയ. നിസ്സീമമായ സ്നേഹം.
തന്റെ പുത്രനെ നൽകിക്കൊണ്ടാണ്. ദൈവം തന്റെ പുത്രനെ നൽകി. ഈ ദൈവം തന്റെ പുത്രനെ നൽകുമ്പോൾ ഈ പുത്രത്വവും മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ പഠിക്കാത്തതിന്റെ പരാജയമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ മാത്രം കണ്ടുകൊണ്ട് മനുഷ്യൻ ഇന്ന് മുൻപോട്ട് പോവുക. ഉദാഹരണം, പത്രോസ് പറഞ്ഞിട്ടുള്ള കർത്താവിന്റെ സഭയുടെ കൽപ്പന അനുസരിക്കാതെ അതിന് വിഘടിതമായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ പോലും പത്രോസ് പറഞ്ഞ യേശുക്രിസ്തു പരിശുദ്ധ ദാസനാണ് എന്നുള്ള ആ ദാസൻ എന്നുള്ള വാക്ക് മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് കാണാം. അതൊക്കെ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ? പത്രോസ് പറഞ്ഞ മറ്റു വാക്യങ്ങളൊന്നും അവർക്ക് യാതൊരു വിലയുമില്ല. അതിനെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞ പരിശുദ്ധ ദാസൻ എന്ന് പറഞ്ഞ വാക്ക് മാത്രം എടുത്തുകൊണ്ടുവരിക. സഹതാപേ തോന്നുള്ളൂ. കാരണം എന്താ? അവൻ ദാസൻ ആണ് എന്നുള്ളതിൽ, യേശുക്രിസ്തു ദാസനാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ട്. ആ അവൻ ദാസനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 24 മുതൽ 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധ ദാസനായ യേശു എന്ന് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ ഒറ്റ വാക്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ വാക്യം മാത്രം ചിന്തിക്കുന്ന ഒരുവന് യേശുവിനെ പരിശുദ്ധനായിട്ട് അല്ലെങ്കിൽ ദാസനായിട്ട്, പരിശുദ്ധ ദാസൻ, കേവലം ദാസനായി മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ദാസനെ കുറിച്ച് ബൈബിളിൽ മറ്റനവധി വാക്യങ്ങൾ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശിശു സകലത്തിനും യജമാനനെങ്കിലും അവൻ ശിശുവായിരിക്കുന്ന കാലത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണും. നമുക്കറിയാം, ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം ഞാൻ ഒന്ന് വായിക്കാം. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയ മാന്യ സ്നേഹിതരെ. ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം അതിന് 5 മുതൽ വായിക്കാം. ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഞാന് POC ബൈബിളിൽ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഇവിടെ റിയൽ അല്ലാതെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനായിത്തീർന്ന ഒരു പ്രകൃതിയാണത്, ഒരു നേച്ചറാണ്. ദാസരൂപമെടുത്തു. അവൻ ദാസനല്ല, അവൻ രൂപത്തിൽ മാത്രം ദാസനായി. ഞാന് സ്കൂളിൽ പഠിക്കുന്ന അവസരത്തില് ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. ഒരു പട്ടാള ക്യാമ്പിൽ ഒരു കമാൻഡർ വന്നു അവിടെ ചാർജ് എടുക്കുക. കമാൻഡർ ചാർജ് എടുക്കുന്ന അവസരത്തില് അവിടെയുള്ള മറ്റു വിശേഷങ്ങളൊക്കെ അറിയാൻ ഈ മറ്റുള്ള സൂപ്പർവൈസർമാരൊക്കെ എങ്ങനെയാണ് തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാധാരണ ഒരു പണിക്കാരന്റെ വേഷത്തിൽ
ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു സൂപ്പർവൈസർ പട്ടാളക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുക. ഒരു വലിയ തടി വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവര് അത് പൊക്കിക്കൊണ്ട് വന്ന് ഈ വാഹനത്തിന്റെ പ്ലാറ്റ്ഫോം വരെ എത്തും. ഉടൻ തന്നെ അത് വീണ്ടും താഴേക്ക് പോകും. വളരെ ബുദ്ധിമുട്ടായി. അവർക്ക് കുറച്ചുകൂടെ പൊക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി. അതിങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ വേഷം മാറി വന്ന ഈ ദാസന്റെ, ഒരു പണിക്കാരന്റെ വേഷത്തിൽ വന്ന ഈ വ്യക്തി സൂപ്പർവൈസറോട് ചോദിച്ചു, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ ഒരു കൈയിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ അത് കയറിപ്പോവുകയില്ല. ഇപ്പൊ 2-3 പ്രാവശ്യമല്ലോ താഴേക്ക് വീഴുന്നു. വളരെ ബന്ധപ്പെട്ട് അവരത് പരിശ്രമിക്കുമ്പോൾ നിങ്ങളും കൂടെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അത് പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോമിൽ അത് കയറുകയും അത് വെച്ച് കെട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ സമയം എത്ര പാഴായി. ഉടനെ സൂപ്പർവൈസർ ചൂടായി. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസറാണ്, ഞാനിത് ചെയ്യിച്ചാൽ മതി, അവരാ ചെയ്യേണ്ടത്, ഞാനല്ല ചെയ്യേണ്ടത്. ഉടൻ തന്നെ ഈ മനുഷ്യൻ, ഈ പണിക്കാരൻ, ഈ ഒരു പണിക്കാരനെ പോലെ വന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഇതിന് ഈ തടി അവര് പിടിച്ചു പൊക്കാൻ പറഞ്ഞു. പൊക്കിക്കൊണ്ട് വന്ന് അവരുടെ കൂടെ പൊക്കിക്കഴിഞ്ഞപ്പോൾ, ഒന്ന് സഹായിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ പ്ലാറ്റ്ഫോമിൽ വന്നു. പെട്ടെന്ന് അവർ കെട്ടി, സൂപ്പർവൈസർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് അതെല്ലാം കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഉടൻ തന്നെ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കമാൻഡർ ആയിട്ട് നല്ല ബന്ധമുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തോട് എനിക്ക് നല്ല പരിചയമുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഞാൻ വരിക. താൻ അളവല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്തു തരാം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും. ഉടൻ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സൂപ്പർവൈസറെ ഒന്ന് മാറ്റി തരണം, അദ്ദേഹം വളരെ ക്രൂരനാണ്, ദുഷ്ടനാണ്, അദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് കമാൻഡറോടൊന്ന് പറയണം, ഞങ്ങൾക്ക് ഈ സൂപ്പർവൈസറെ വേണ്ട, ഒന്ന് മാറ്റി തരാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ 10 മണിക്ക് കമാൻഡർ ഓഫീസിലേക്ക് വരിക എന്ന് പറഞ്ഞു. കമാൻഡറുടെ ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാമെന്ന്. അങ്ങനെ ഈ പണിക്കാര് അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഈ പട്ടാളക്കാര് രാവിലെ ഓഫീസിൽ ചെന്നു. രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓഫീസറായിട്ട് കമാൻഡറായിട്ട് ഇരിക്കുന്ന വ്യക്തിയെ കണ്ടുപിടി ഞെട്ടിപ്പോയി. കാരണം എന്താ? കഴിഞ്ഞ ദിവസം ഇവർക്കൊപ്പം ഇവരെക്കാൾ വളരെ ഒരു സാധാരണ പണിക്കാരനെ പോലെ അതുവഴി കടന്നു വന്ന വ്യക്തി കമാൻഡറായിരുന്നു. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യേശു കേവലം ദാസനായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ പരിശുദ്ധ ദാസനായി, അവൻ പുത്രനായി, അവൻ മനുഷ്യപുത്രനായി, അവൻ കേവലം മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി, റിയൽ അല്ലത്, വേഷത്തിൽ മനുഷ്യനായി, അവൻ മനുഷ്യനായി വേഷത്തിൽ ഇവിടെ പ്രവേശിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവനൊരു വേഷം ധരിച്ചു. ചില ചോദിക്കും പ്രസന്ന വേഷമായിരുന്നു എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറുണ്ട്. ബൈബിൾ അത് പഠിപ്പിക്കുന്നു. അവൻ വേഷത്തിൽ മനുഷ്യനായി. ഒരു പാട്ടും ഇങ്ങനെയുണ്ട്, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിയിടുന്നു ഞാൻ, വാഴ്ത്തിയിടുന്നു ഞാൻ എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിയിടുന്നു ഞാൻ, വാഴ്ത്തിയിടുന്നു ഞാൻ എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിയിടുന്നു ഞാൻ. ഹല്ലേലൂയ. അവൻ പരിശുദ്ധ ദാസൻ, ഒരു ദാസന്റെ വേഷത്തിൽ വന്നതുകൊണ്ട് അവൻ കേവലം ദാസനായി അവനെ തരം താഴ്ത്തി എക്കാലവും കാണുവാൻ ആഗ്രഹിക്കുന്ന സാത്താനിക പദ്ധതി ഒരു ദിവസം പൊളിയും. കാരണം അവൻ ആരാണെന്ന് വെളിപ്പെട്ട് വരുന്ന ദിവസമുണ്ട്. പ്രവചന പുസ്തകങ്ങളിലേക്ക് അത് ധാരാളം തെളിവുകളുണ്ട്. ഹല്ലേലൂയ. അവൻ സാക്ഷാൽ യഹോവയായി
യെരുശലേമിനെതിരെ ഉള്ള ഒലിവുമലയിൽ ഒരിക്കൽ പ്രത്യക്ഷമാകും. അതിന് മഹത്വ പ്രത്യക്ഷത എന്ന് പറയും. ആ മഹത്വ പ്രത്യക്ഷതയിൽ യേശു കടന്നു വരുമ്പോൾ യഹൂദന്മാർ അന്ന് ഞെട്ടിപ്പോകും. അവരെല്ലാവരും കുത്തിവങ്കലേക്ക് നോക്കും. അപ്പോഴാണ് അവർക്ക് ബോധ്യമാകുന്നത് ഇവനായിരുന്നു സാക്ഷാൽ മശിയ. ഹല്ലേലൂയ. എന്റെ പ്രിയ സ്നേഹിത, യേശുവിനെ നിങ്ങൾ പുത്രനായി മാത്രം തരം താഴ്ത്തിയാലും, യേശുവിനെ നിങ്ങൾ ദാസനായി മാത്രം തരം താഴ്ത്തിയാലും, അവൻ കേവലം ദാസനല്ല, അവൻ സകലത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അതിനുശേഷം 30 വർഷങ്ങൾക്ക് ശേഷമാ നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടത്. അവൻ തന്നെയാ. ആ ശിശു വളർന്നു. ഈ വളർച്ചയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യത്വത്തിന്റെ വളർച്ചയും വികാസവും അവന്റെ ജ്ഞാനവുമെല്ലാം അവന്റെ ദൈവത്വത്തിൽ നിന്ന് തന്നെയാണ്. ആ ദൈവത്വമില്ലാതെ, ഈ വേരില്ലാതെ ഒരു വൃക്ഷത്തിനും ഇവിടെ നിലനിൽപ്പില്ല, ഒരു വൃക്ഷത്തിനും ഇവിടെ വളർച്ചയില്ല, ഒരു വൃക്ഷത്തിനും ഫലം കായ്ക്കാൻ കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സകല വളർച്ചയ്ക്കും നിദാനമായി അടിസ്ഥാന കാരണം അവന്റെ ദൈവത്വം തന്നെയാണ്. ദൈവത്വവും അവന്റെ മനുഷ്യത്വവും രണ്ടായിട്ട് വാള് വെച്ച് മുറിക്കുവാൻ കഴിയില്ല. ഈ വേരുണ്ടെങ്കിൽ, വേരും ഈ വൃക്ഷവും കൊമ്പുകളും തമ്മിൽ ചേർന്നിരുന്നെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അങ്ങനെയെങ്കിൽ അവന്റെ മനുഷ്യത്വം നിൽക്കുന്നത് അവന്റെ ദൈവത്വത്തിൽ തന്നെയാണ്. ശ്രദ്ധിക്കുക, ഈ വേര് മണ്ണിനടിയില, എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വൃക്ഷത്തിന് വേരില്ല, ഒരു വേരിലല്ല നിൽക്കുന്നത് എന്ന് ആരും പറയില്ല. കാണാൻ പാടില്ലാത്ത അദൃശ്യമായ ഒരു വേര് അതിനടിയിലുണ്ട്. ഈ വൃക്ഷത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ വേര് ഉള്ളതുപോലെ യേശുവിന്റെ മനുഷ്യത്വത്തിന്, യേശുവിന്റെ ദാസ്യത്വത്തിന്, യേശുവിന്റെ പുരുഷത്വത്തിന്, യേശുവിന്റെ ആ മനുഷ്യത്വത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാന കാരണമായ അവന്റെ ദൈവത്വമാകുന്ന വേര് മറ്റൊന്നുമല്ല, അവനോട് ചേർന്നുണ്ട്. അതാ യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, വേറെ പിതാവിനെ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അദൃശ്യമായ, അല്ലെങ്കിൽ ദൈവം ആത്മാവാണ്, ആത്മാവായ അദൃശ്യനായ പിതാവെന്ന നിലയിൽ ആത്മാവിനെയും അദൃശ്യമായ ആ അവസ്ഥയെയും പിതാവെന്ന് നമുക്ക് വിളിക്കാം. ആ ദൈവത്വം ഈ മനുഷ്യത്വത്തിൽ തന്നെ, മനുഷ്യത്വം എന്ന് പറയുന്ന മനുഷ്യത്വന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന എല്ലാ ഊർജവും, എല്ലാ ശക്തിയും, എല്ലാ പോഷകവും അവന്റെ ദൈവത്വത്തിൽ നിന്ന് തന്നെയാണ് ഉടലെടുക്കുന്നത്. ആ ദൈവത്വത്തിൽ നിന്ന് തന്നെയാണ് അവന്റെ മനുഷ്യത്വം മുളച്ചു വന്നത്. ആ വേരിൽ നിന്ന് തന്നെ മുളച്ചു വരികയാ. യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ കൊമ്പുകളിൽ ഒന്ന് ഫലം കായ്ക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആത്മീയർത്ഥം ഗ്രഹിക്കുവാൻ കഴിവില്ലാതെ പ്രാകൃത മനുഷ്യൻ ലോകത്തിൽ തപ്പിത്തടയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യേശു ആരെന്നുള്ള യഥാർത്ഥ വെളിപ്പാട് പറഞ്ഞു കൊടുക്കുവാൻ, അത് പഠിപ്പിക്കുവാൻ ദൈവം തന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഞങ്ങളെ അയക്കുകയാണ്. ഞങ്ങളത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പിൻപിൽ വന്ന് എന്തെല്ലാം കമന്റുകൾ എഴുതിയാലും, അതിന്റെ പിൻപിൽ വന്ന് എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചാലും അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, അതല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം യേശു ക്രിസ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അപ്പൊ നടന്നോ? അത് 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ടതാണ്. ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതൻ. അന്നാണ് യഥാർത്ഥ അത്ഭുതം കാണാൻ പോകുന്നത്. കഴിഞ്ഞ നാളുകളിൽ കണ്ടതിനേക്കാൾ വലിയ അത്ഭുതം. അവൻ അത്ഭുതൻ, മന്ത്രിയാണ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നിത്യപിതാവെന്ന് അന്നാണ് മനസ്സിലാകുന്ന ഇവനായിരുന്നുവല്ലോ നിത്യപിതാവ്. ചില പറയുന്നുണ്ട് നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ,
അതുകൊണ്ട് അവൻ നിത്യപിതാവല്ല. അത് വിളിക്കപ്പെടും. കണ്ടോ, എത്ര എത്ര വളരെ പരിഹാസത്തോടെയാണ് ആ വാക്കെന്നറിയാവോ? നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ബൈബിളിൽ അങ്ങനെയാണെങ്കിൽ പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അവിടെ വിളിക്കപ്പെടും എന്നുള്ളത് ശരിയല്ലെങ്കിൽ അത് വെറുതെയാണോ? വിളിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടും. അവന്റെ വായ് ദൈവത്തിന്റെ വചനം ഉവ്വേ ഉവ്വയെന്നും ഇല്ല ഇല്ല എന്നുമാണ്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത് മാറ്റം വരുത്തുവാൻ, അതിനെ തിരുത്തുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അതിനെതിരെ കൊഞ്ഞനം കാട്ടിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതാണ് അതിന്റെ സത്യം. ഹല്ലേലൂയ. അപ്പോൾ ഈ വേരിൽ നിന്ന് തന്നെയാണ് ഇത് മുളച്ചു വരുന്നത്. വേരിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ കൊമ്പ് പുറപ്പെട്ടു വരുന്നത്. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നു. ആ വേരിൽ നിന്ന് തന്നെയാണ്, വേരിൽ നിന്നാണ് ഈ കൊമ്പുകൾ അയക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മടിയിലിരിക്കുന്ന കൊച്ചിനെ നീ പോയിട്ട് വാടാ എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് അയക്കുന്ന പോലെ അയച്ചെന്നല്ല പിതാവിന്റെ അയച്ചെന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഒരു ആത്മീയ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മള് വെറുതെ കിടന്ന് ചാടരുത്, വെറുതെ കിടന്ന് നമ്മൾ തുള്ളരുത്, വെറുതെ കിടന്ന് വായിട്ടടിക്കരുത്. അതിന്റെ ആത്മീയ അർത്ഥം അറിയത്തില്ലെങ്കിൽ അത് പഠിക്കാൻ, ദൈവസന്നിധിയിൽ നിന്ന് പഠിക്കുവാൻ ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ അത് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഞാന് ചില വാക്യങ്ങള് ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്, ശ്രദ്ധിച്ചാൽ. യോഹന്നാൻ 6:64. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല. ഇപ്പൊ പിതാവിനെ കാണിക്കാൻ കുറച്ച് പാർട്ടികൾ നടക്കുന്നുണ്ട്. യേശുവിന്റെ പിതാവിനെ കണ്ടിട്ടുള്ളത് പോലെയാണ്. കർത്താവ് പറയാ പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ, ഞാൻ പറഞ്ഞില്ലേ, ഈ വേരിൽ നിന്ന് വന്ന ആ വംശമുണ്ടല്ലോ, ഞാൻ ദാവീദിന്റെ വേരിന്റെ വംശവുമാണെന്ന് പറയുന്ന ഈ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന അവന്റെ മനുഷ്യത്വത്തിന് മാത്രമേ ദൈവത്വത്തെ മനസ്സിലാക്കുവാൻ കഴിയൂ. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, ആത്മാവായ ദൈവത്തെ, ദൈവം ആത്മാവായ ദൈവത്തെ ആർക്കും കാണാൻ പറ്റില്ല. അത് യെശയ്യാ പ്രവചനം 45:15 ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചോണം. യെശയ്യാവ് 45:15. യഹോവ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. യഹോവ എന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവമാണ്. യഹോവ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവമാണ്. ആ ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, മണ്ണിനടിയിൽ വേരിരിക്കുന്നുവെങ്കിലും ആ വേരിന്മേലാണ് ഈ വൃക്ഷം മുളച്ചു വരുന്നത്, ഈ വൃക്ഷം ഉയർന്നു വരുന്നത് എന്ന് പറഞ്ഞ പോലെ ആ വേര് ആ വൃക്ഷത്തിന്റെ ദൈവത്വത്തെയും മുളച്ചു വന്ന് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഭാഗത്തിന് അവന്റെ മനുഷ്യത്വത്തെയും സാദൃശീകരിച്ച് പഠിക്കാവുന്നതാണ്. വേര് അവന്റെ ദൈവത്വവും അവന്റെ ദൈവത്വത്തിൽ നിന്ന് മുളച്ചു വന്ന് ദൈവത്തിൽ നിന്ന് ഉള്ള ആ ഇതിലാണ് അത് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് അവന്റെ ജഡത്തിൽ അവൻ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? കാരണം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള ഈ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ജഡം എന്ന നിലയിൽ പ്രാർത്ഥന ആവശ്യമാണ്. ജഡം എന്ന നിലയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവവും ആവശ്യമാണ്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നാമും ദൈവം മറ്റൊന്നാണ്, നാം മറ്റൊരു വ്യക്തിയാണ്. ദൈവത്തെ ഒരു വ്യക്തി എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
കാരണം ദൈവം ഒരു വ്യക്തിയല്ല. ഒരു വ്യക്തി എന്ന് പറയുക എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മാത്രം പറയേണ്ട ഒരു വാക്കാണ്. മനുഷ്യനേക്കാൾ താഴ്ന്ന മൃഗത്തിനോ കോഴിക്കോ പട്ടിക്കോ പൂച്ചയ്ക്കോ ഒന്നും ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. ആ വ്യക്തി ഒരു കോഴിയെ കണ്ടുകൊണ്ട് ആ വ്യക്തി ആ വ്യക്തിയെ അങ്ങോട്ട് മാറ്റി നിർത്തി പറയല. മനുഷ്യനേക്കാൾ ഉയർന്ന നിലവാരമുള്ള ഒന്നിനെയും വ്യക്തി എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പം ദൈവം ഒരു വ്യക്തിയല്ല. ദൈവത്തിന് ആളത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊലോസ്യർ 2:9 വായിക്കുമ്പോൾ അവനിലല്ലോ എന്ന് പറഞ്ഞാൽ യേശുവിലല്ലോ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തെ ഒരു ദേഹരൂപത്തിൽ കാണാൻ കഴിയണമെങ്കിൽ യേശുവിനെ നോക്കണം. യേശുവിലൂടെ അല്ലാതെ ദൈവത്തിന് ഒരു ദേഹമില്ല, ദൈവത്തിന് ഒരാളത്വമില്ല. അതാണ് കൊലോസ്യർ 1:15 വായിക്കുമ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെന്ന്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് യേശു. നമ്മള് ദൈവത്തിന്റെ രൂപം അല്ല. മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് വിശദീകരിക്കുന്നത്. നമ്മൾ മനുഷ്യരാരും ദൈവത്തിന്റെ രൂപം അല്ല. പിന്നെ എങ്ങനെയാ? നമ്മൾ ദൈവത്തിന്റെ രൂപത്തിൽ ഉള്ളവരാ. ദൈവം തന്റെ രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ ദൈവത്തിന്റെ രൂപമല്ല നമ്മൾ. ദൈവത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിന്റെ രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. രൂപവും രൂപത്തിൽ എന്നുള്ള വാക്കും രണ്ടർത്ഥം കൊടുക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ രൂപമല്ല. ദൈവം ഏകനാകയാൽ അവൻ ഏകരൂപമേ ഉള്ളൂ. ദൈവത്തിന്റെ ഏകരൂപം, അദർശനായ ദൈവത്തിന്റെ ഏക ദൃശ്യരൂപം യേശു ക്രിസ്തു മാത്രമാണ്. കാരണം ആത്മാവായ ദൈവം ആരെയാ സൃഷ്ടിച്ചത്? ആദത്തെ എങ്ങനെ സൃഷ്ടിച്ചു? നമുക്കറിയാം. റോമാലേഖനം 5:14 വായിക്കുമ്പോൾ വരുവാനുള്ളവന്റെ സ്വരൂപമായ ആദം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആദം വരാനുള്ളവന്റെ രൂപമാണ്. ആരാ വരാൻ പോകുന്നത്? ദൈവം ജഡത്തിൽ വെളിപ്പെടാൻ പോകുന്ന ആ ജഡത്തിന് ഒരു രൂപമുണ്ട്. ആ രൂപത്തിലാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. അത് ദൈവത്തിന്റെ രൂപമല്ല, ദൈവത്തിന്റെ രൂപത്തിൽ. ഹല്ലേലൂയ. ദൈവം, ആത്മാവായ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇവിടെ താൻ തനിക്കായി ഒരു ശരീരം ഒരുക്കി. ആ ശരീരം എങ്ങനെയുള്ള രൂപമുണ്ടെന്ന് ആണെന്ന് തനിക്കറിയാം. യെശയ്യാവ് 46:10 തോന്നുന്നു. അതെ, 46:10. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ദൈവത്തിനറിയാം. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുമുള്ള അറിയാവുന്ന ദൈവം, ആത്മാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ താൻ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഒരു ജഡം എടുക്കുകയും ആ ജഡത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ ജഡത്തിന്റെ രൂപം എന്താണെന്ന് താൻ മുന്നമേ കണ്ടുകൊണ്ട് ആ രൂപത്തിൽ, അതേ രൂപത്തിൽ, താൻ ലോകത്തിലേക്ക് വരാൻ പോകുന്ന അതേ രൂപത്തിൽ ആദമിനെ സൃഷ്ടിച്ചു. ഇത് വിശ്വസിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ വായിച്ച വാക്യം സഭയോട് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ 1-2 വാക്യങ്ങൾ കൂടി വായിക്കട്ടെ. എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. അപ്പൊ ആത്മാവായ ദൈവത്തെ അറിയേണ്ടവൻ ആരെ അറിയണം? യേശുവിനെ അറിയണം. ദൈവത്തെ അറിയേണ്ടവൻ യേശുവിനെ അറിയണം. എന്നെ അറിഞ്ഞെങ്കിൽ നിങ്ങൾ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ യോഹന്നാൻ 8:42 വായിക്കാൻ താല്പര്യപ്പെടുക. 42 മുതലുള്ള വാക്യങ്ങൾ. ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കണ്ടോ? ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു.
ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. കേട്ടോ, സ്വയമായി വന്നതല്ല. അതാണ് ദാവീദിന്റെ വേരും വംശവും. ഈ വേരിൽ നിന്ന് അയക്കപ്പെട്ട, ഈ ദൈവത്വത്തിൽ നിന്ന് അയക്കപ്പെട്ട ഈ വേരിൽ നിന്ന് മുളച്ചു വന്നവനാണ് അവന്റെ മനുഷ്യത്വം, അവന്റെ പുത്രത്വം. ഹല്ലേലൂയ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചാൽ മറ്റൊരു പിതാവിനെ അന്വേഷിച്ച് പോകേണ്ട ഗതികേട് ആർക്കും ഉണ്ടാകയില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കും, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല. കാരണം ഞാനും പിതാവ് ഒന്നാകുന്നു. വേറെ പിതാവിനെ കാണിച്ചു തരാൻ പറ്റില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ യേശു തന്നെ പറയും. അപ്പൊ യേശുവിന്റെ വാക്കുകളെയൊക്കെ പുച്ഛിച്ച് പുറന്തള്ളി അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് യേശുവിന് ഒരു പിതാവ് വേറെ ഉണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന മാന്യന്മാര്. എത്ര വിചിത്രമായിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 10:29, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശുക്രിസ്തു പറയാ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും പറ്റില്ലെന്ന്. ഈ ദാവീദിന്റെ വേരും അതിന്റെ വംശവും ഒരു മരമാണ്, ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ അടിയിൽ ആ വേരെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ലാത്ത മണ്ണിനടിയിൽ നിൽക്കുന്ന വേര് അവന്റെ ദൈവത്വത്തെയാണ്, അദൃശ്യമായ ദൈവത്വത്തെയാണ്, മറഞ്ഞിരിക്കുന്ന യഹോവയാണ് സൂചിപ്പിക്കുന്നത്. ആ മറഞ്ഞിരിക്കുന്ന യഹോവയിൽ നിന്നാണ് ഇവിടെ പുറപ്പെട്ടു വന്നത്. ആര്? അതിന്റെ മനുഷ്യത്വം. മനുഷ്യത്വത്തെ കുറിച്ച് ധാരാളം പഠിക്കാനുണ്ട് കേട്ടോ. അവന്റെ മനുഷ്യത്വം, അതിന്റെ ഡ്യൂട്ടികൾ, മനുഷ്യത്വത്തിന് എന്തെല്ലാം ഡ്യൂട്ടികളാണ്, ഏതെല്ലാം നിലകളാണ്, എന്തിനു വേണ്ടിയാണ് അവൻ മനുഷ്യത്വം ഒരു ശരീരം എടുത്തത്. നമുക്കറിയാം, റോമാലേഖനം 1:5 വാക്യം വായിക്കുമ്പോൾ അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതി, ആത്മപ്രകാരം അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിച്ചിരിക്കുക. നമ്മൾ ചിന്തിക്കുന്ന ദൈവപുത്രൻ ഒന്നും അല്ലെന്നേ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവപുത്രൻ. മനുഷ്യൻ ചിന്തിക്കുന്ന ദൈവപുത്രനല്ല. ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എറിയാനായിട്ട് കല്ലെടുത്തു. നിങ്ങൾ എന്തിനെന്നെ എറിയാൻ കല്ലെടുത്തു എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ നീ ദൈവമാക്കി. യഹൂദന്റെ ഭാഷയിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം പുത്രനായി വെളിപ്പെട്ടവൻ, ദൈവം മനുഷ്യ വേഷമെടുത്ത് വന്നവൻ എന്നുള്ളതായി അർത്ഥം. ധാരാളം തെളിവുണ്ട്. യഹോവ തന്നെയാണ് ഇവിടെ ഈ ജഡത്തിൽ വെളിപ്പെട്ടതെന്ന് പ്രവാചക ഭാഷയിലും പ്രവാചകന്മാരുടെ ഭാഷയിലും പരിശുദ്ധാത്മാവ് വ്യക്തമായി പുതിയ നിയമത്തിൽ വ്യക്തമായി പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദാസത്വവും യേശുക്രിസ്തുവിന്റെ പുത്രത്വവും മാത്രം എടുത്തുകൊണ്ട് മുൻപ് നടന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദുരാത്മാവി അന്ത്യകാലത്ത് ശക്തിയോടെ എഴുന്നേൽക്കും. പക്ഷേ അത് മുഴുവൻ പരാജയപ്പെടും. കാരണം യേശു ആരെന്ന് ലോകമറിയും, യേശു ആരെന്ന് ജനമറിയും, യേശുവിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്നെ യഹോവയെന്ന് അനവധി തെളിവുകൾ പ്രവാചകന്മാരുടെ ഭാഷയിൽ നിരത്തുവാനുണ്ട്. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന, യേശു ആരാണെന്നുള്ള വെളിപ്പാട് വിളിച്ചറിയിക്കുന്ന കുറച്ച് ഭക്തന്മാര് അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തുഷ്ടനാണ്. ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. യോഹന്നാൻ 10:30, ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 10:37 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്നു നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി. കണ്ടോ, നിങ്ങൾ പിതാവ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾക്ക് പിതാവിനെ അറിയത്തില്ല, നിങ്ങൾക്ക് പിതാവിനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല
ഞാൻ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ എന്നിൽ വിശ്വസിക്കണം. നിങ്ങൾ പിതാവിനെയാണ് നിങ്ങൾ പിതാവിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുമായിരുന്നു. പിതാവിനെ കാണണമെങ്കിൽ എന്നെ നോക്കണം, ഞാനാണ് പിതാവ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയില്ലെന്ന് വ്യക്തമായി ശക്തമായി യേശു ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ 14:6 ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. തന്റെ മനുഷ്യത്വത്തിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ ദർശിക്കാൻ കഴിയുകയുള്ളൂ. യേശു അത് പറഞ്ഞു. നിങ്ങൾ കാണുന്ന കണ്ട് ഭാഗ്യമുള്ളത്. അനേക പ്രവാചകന്മാർ ഇത് കാണുവാൻ ആഗ്രഹിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. കാണാത്തവർ കാണുവാൻ ഞാൻ വന്നിരിക്കുന്നു. യേശു ക്രിസ്തു വന്നതെന്തിനാ? 1 യോഹന്നാൻ 5:20 വായിക്കുമ്പോൾ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ, ശ്രദ്ധിക്കണേ, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുവിലാകുന്നു. എന്നിട്ട് പറയാം, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പൊ നമ്മൾ സത്യദൈവത്തിലും നിത്യജീവനിലും ആകണമെങ്കിൽ ആരിലാകണം? യേശു ക്രിസ്തുവിലാകണം. അതുകൊണ്ടാണ് യോഹന്നാൻ 8:24 പറയുന്നത്, ഞാൻ അവനെന്ന്, ഞാൻ യഹോവയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറയുകയാണ്. എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ, യേശുവിനെ സ്നേഹിക്കുന്നവരെ, യേശു ക്രിസ്തു ആരെന്നുള്ള യഥാർത്ഥ വെളിപ്പാട് ഈ അന്ത്യകാലത്ത് നിങ്ങൾ പ്രാപിക്കുന്നില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി തീരും, അത് പ്രതിസന്ധിയായി തീരും. യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിയുന്നവൻ യേശുവിനെ നിഷേധിക്കുകയില്ല, അവന്റെ ദൈവത്വം നിഷേധിക്കുകയില്ല, അവനെ ആരാധിക്കാതിരിക്കുകയില്ല. അവൻ തന്നെ നിത്യപിതാവെന്ന് പ്രവാചകൻ പറഞ്ഞ അതേ ഭാഷയിൽ ആ പിതാവിന് കൊടുക്കേണ്ട മഹത്വം യേശുവിന് കൊടുത്ത് നമ്മൾ ആരാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സകല മുഴങ്കാലും യേശുവിന്റെ മുൻപിൽ യേശു കർത്താവ് ഏറ്റു പറഞ്ഞ് നിലവിളിക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ നാവും യേശു കർത്താവെന്ന് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയേണ്ടി വരും. യേശു ക്രിസ്തു നമ്മൾ രക്ഷിക്കപ്പെടുമെന്നെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവെന്ന്, യേശുവിനെ യഹോവയെന്ന് നമ്മൾ ഏറ്റുപറയണം. എങ്കിലേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ. ആ യഹോവ തന്നെയാണ് യാഗെന്ന രക്ഷകൻ. യഹോവ നിങ്ങൾക്ക് രക്ഷ നൽകും. യഹോവ രക്ഷകനായി വരും. യഹോവ എന്ന രക്ഷകൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും അവന്റെ കാൽവരി ക്രൂശിലെ മരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും അവനെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, അവന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. അതാണ് ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെങ്കിലേക്ക് ആകർഷിക്കപ്പെടും. യേശുവിനെ ഉയർത്തണം. യേശുവിനെ എപ്പോഴും ദാസനായിട്ടും പുത്രനായിട്ടും ഒരു നാല് കാലും ഒരു വാലും ഉള്ള ഒരു ആടുമായിട്ടൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ദുഃഖമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിലും ഞാൻ അവനിലുമാണ്. അതൊരു വലിയ മർമ്മമാണ്. ക്രിസ്തു എന്നത് വലിയൊരു മർമ്മമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, എന്നെ കണ്ടവൻ, യോഹന്നാൻ 14:9, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ അദർശനായ ദൈവത്തിന്റെ ദൃശ്യരൂപമായ യേശുവിനെ നമുക്ക് ആരാധിച്ച് അവന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ആരെല്ലാം ഇവിടെ കിടന്ന് യേശു ദൈവമല്ല എന്ന് കൂകി വിളിച്ചാലും അതിനെയെല്ലാം പൂർണ്ണമായിട്ട് പുച്ഛിച്ച് പുറന്തള്ളിക്കൊണ്ട് അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യേശുവേ നീയാണ് യഹോവ. പൗലോസ് പോലും പറഞ്ഞു, എന്താ പറഞ്ഞത്? അവരാരും അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ യഹോവയെ ക്രൂശിക്കയില്ലായിരുന്നു, തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ആ തേജസ്സിന്റെ കർത്താവിനെ ഒരു ദിവസം നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാ നാവും യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയേണ്ടി വരും. ആ യേശുവിനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജൈത്രയാത്ര
ആയുസ് എത്രയെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്ക് ലഭിക്കുന്ന ആയുസോളം യേശു തന്നെ ഏക സത്യദൈവം, അവൻ മഹാദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവനല്ലാതെ ഒരു ദൈവം ഇല്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ യേശുവിന് നന്ദി പറഞ്ഞ് യേശുവിനെ ആരാധിച്ച് ജീവിപ്പാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.